Hello everyone, welcome back to my YouTube channel. You're watching Anecdotist and this is Aisha. So 900 Kandi vlog day 2. അപ്പോൾ ഡേ 2 രാവിലെ ഒരു 6:30 to 7 എണീറ്റു. നമ്മൾ ഫ്രഷ് അപ്പ് ഒക്കെ ആയി 7:30 ഒരു ട്രെക്കിങ്ങിന് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് രാവിലെ എണീറ്റപ്പോൾ തന്നെ കുറച്ച് നേരത്തെ എണീറ്റുകൊണ്ട് ഞാൻ ഫുള്ളൊന്ന് പ്രോപ്പർട്ടിയൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിൻ്റെ ബോത്ത് സൈഡ്സിൽ ഇതുപോലെ ഇങ്ങനെ വെയിൽ കിട്ടിയേക്കുവാണ്. എൻ്റെ ഫുള്ള് ഈ ഒരു ടൈപ്പ് ലൈറ്റ് ഉണ്ട് ആൻഡ് ഇറ്റ് ആഡ്സ് ബ്യൂട്ടി ടു ദി പ്ലേസ്. 7 മണിയൊക്കെ ആയിട്ടും ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെ അവിടെ നമുക്ക് കളിക്കാനൊക്കെ കുറച്ച് പോർഷനുണ്ട്. അല്ലെങ്കിൽ ചുറ്റും കാട് തന്നെയാണ്. ആൻഡ് ഈ ഒരു പാത്തിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് ആക്ച്വലി. ഇവിടെ കുറേ എന്തൊക്കെയോ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ മൊത്തത്തിൽ വായിക്കാനൊന്നും പോയില്ല. എന്തൊക്കെയോ ഇൻസ്ട്രക്ഷൻസും പിന്നെ കുറേ നോട്ട്സും അങ്ങനെ എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് രാവിലെ എണീറ്റപ്പോൾ കഫേയിൽ ചായ കുടിക്കാൻ പോയപ്പം കുറച്ച് തിരക്കായിരുന്നു അവിടെ. അപ്പോൾ അത് കിട്ടാൻ കുറച്ച് ഡിലേ ആവുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ചായ കുടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഗൈഡ് ചേട്ടൻ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ബിക്കോസ് ഏതായാലും ചായ കുടിച്ചിട്ട് പോകാം എന്നുള്ള ഒരു ഇതിൽ എന്തായാലും ആ ഒരു സമയം എന്തായാലും ഈ വീഡിയോ എടുക്കാൻ പറ്റേ. അപ്പോൾ ഈ ഒരു പോർഷനിലെത്തുമ്പം വെൽക്കം ടു 10 gram 900 Kandi tent എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് അതും കാണാൻ നല്ല ഭംഗിയാണ്. ആൻഡ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ ഒരു കവാടം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ആ ഒരു പാത്തിലൂടെ നടന്നു പോകാൻ നല്ല രസമാണ്. കുറേ ഞാൻ നടന്നു. ആൻഡ് അങ്ങ് മുകളിലൊക്കെ ചെല്ലുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ ഇത് നമ്മുടെ 10 gram കഫേ. രാത്രി ഈ സാധനം കാണാൻ ഭയങ്കര രസമായിരുന്നു. ആൻഡ് ഇത് കല്ലിലൊക്കെ ഇങ്ങനെ പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫുൾ ഇങ്ങനെ ഒരു ബെഞ്ച് പോലെ വാർത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് നമുക്കിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഒരു സൈഡിലെ റോഡിൽ കൂടെ മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് ടെൻറ്റിലെത്താം. അതുപോലെ തന്നെ നേരെ പോയാലും ടെൻറ്റിലേക്ക് വഴിയുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ബെഞ്ച് പോലത്തെ സംഭവം. ആൻഡ് മൈ ഫ്രണ്ട് വാസ് വേവിങ് അറ്റ് മീ സ്റ്റാൻഡിങ് ദർ. ആൻഡ് ഇവിടെയും എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ബി എ ഗുഡ് ട്രാവലർ, ഡോണ്ട് ലിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഈ ഒരു പ്രോപ്പർട്ടിയുടെയും ചുറ്റും ഇങ്ങനെ LED ലൈറ്റൊക്കെ കത്തിച്ച് നല്ല രസമായിരുന്നു രാത്രി കാണാൻ. ആൻഡ് അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ വാഷ്റൂമൊക്കെ കാണുന്ന ബിൽഡിങ്ങിൽ. ആൻഡ് ഇവിടെ ഒരു ചെറിയ കുളം പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. രാത്രി ഫുള്ള് തവളയുടെ ശബ്ദമൊക്കെ ആയിരുന്നു ഇതിൻ്റെ അകത്തു നിന്ന്. പിന്നെ ഇതാണ് ടെൻറ്റ്. ആൻഡ് അവിടെ നമ്മുടെ ക്യാമ്പ് ഫയർ ഒക്കെ നടത്തിയ സ്ഥലമാണ്. അതുപോലെ ഈ ചെറിയ ഹട്ട്സിനെയും കുറേ മുകളിലുണ്ട്. ലൈക്ക് ഒരു 4-5 ടെൻ്റൊക്കെയാണ് ഓരോ ഹട്ടിൻ്റെ താഴെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. എൻ്റെ സൗണ്ട് ഇതുവരെ ശരിയായിട്ടില്ല. സ്റ്റിൽ സ്ട്രേഞ്ച് ആയിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് ഈ ഒരു വഴിയിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊരു സെറ്റപ്പ് ഉണ്ട്. ആൻഡ് ഇറ്റ് വാസ് റിയലി നൈസ്. പിന്നെ ഇവിടുത്തെ പാത്തൊക്കെ ഭയങ്കര രസമാണ്. അങ്ങനെ നമ്മുടെ 7:30 ട്രെക്കിങ്ങിന് നമ്മൾ പോവുകയാണ്. കുറേ നേരം നടന്നതിന് ശേഷം ഈ ഒരു പോർഷനിലെത്തി. ഇവിടെ ഫുള്ളിങ്ങനെ കല്ലടുക്കി വെച്ചിരിക്കുകയാണ്. ആൻഡ് ഞാനും വെറുതെ കുറേ എണ്ണം അടുക്കി. ഇവിടെ വരുന്നവരൊക്കെ ഓരോന്നിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്നതെന്ന് തോന്നുന്നു. ആൻഡ് ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പം ഈ സൈഡിലൂടെ ആ കാണുന്ന തെന്നിക്കിടക്കുന്ന വഴി കൂടെയൊക്കെ വേണം മുകളിലേക്ക് കയറി ചെല്ലാൻ. അങ്ങനെ മുകളിൽ ചെല്ലുമ്പോൾ ഈ ഒരു സംഭവം കാണാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെയാണ് നമ്മൾ തിരിച്ചു പോകാനുള്ള വഴി. നമ്മൾ പാറപ്പുറത്ത് നിന്ന് വെറുതെ ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു കുറേ നേരം. ആൻഡ് ഫുള്ള് കാടാണ്. കാട്ടിന് നടുക്കി കൂടി കുറേ പോകണമായിരുന്നു. ആക്ച്വലി ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് കേട്ടോ. എന്നിട്ട്
ഈ കാട്ടിൻ്റെ അകത്തിൽ കൂടിയുള്ള വഴി കൂടി കുറേ നടക്കാനുണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഭയങ്കര സ്ലോപ്പായിട്ടുള്ളൊരു റൂട്ടായിരുന്നു. ഇതിൽ കൂടി ഇങ്ങനെ നടക്കാൻ നല്ല രസമായിരുന്നു, ഇങ്ങനെ ഊർന്ന് വരുമായിരുന്നു. ആൻഡ് ഇത് കഴിഞ്ഞ് കുറച്ച് നേരെ നടക്കാനുണ്ട്. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് അതിൽ കൂടെ എത്തി. ഇതിലേക്കൂടെയോ പോയി വേറെ ഇതിലേക്കൂടെയോ എത്തി. പിന്നെ ഞങ്ങൾ കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്തു. അവിടെ പോയപ്പോൾ അതേ ബാറ്റും കോർക്കൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം കളി കഴിഞ്ഞ് 11 മണിക്കായിരുന്നു നമുക്ക് ചെക്കൗട്ട്. അപ്പം നമ്മൾ തിരിച്ചൊരു 9:30-10 ആയപ്പോഴത്തേക്കും ടെൻറ്റിലെത്തി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പെട്ടെന്ന് റെഡിയായി. പിന്നെ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കാണാൻ പോയതാണ്. അവിടെ പോയപ്പോൾ നോ എൻട്രി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് സാധനമൊക്കെ പൊട്ടിക്കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കയറണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ തിരിച്ചു വന്നു. ആൻഡ് ഇങ്ങനെ ഹട്ട്സാണ് ഇവിടെയൊക്കെ ഫുള്ള്. അത് ആ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ പോയപ്പോൾ താഴത്തേക്ക് വ്യൂ നന്നായിട്ട് കിട്ടി. പിന്നെയും മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ കുറേ ഹട്ട്സും അതിൻ്റെ അടിയിൽ കുറേ ടെൻറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു 11 മണിയായപ്പം ജീപ്പിൽ കയറി റെഡിയായിട്ട് ഇരിക്കുവാണ്. അങ്ങനെ നമ്മൾ ജീപ്പിൽ കയറി നമ്മൾ എവിടെ നിന്നാണോ നമ്മൾ എടുത്തത് അവിടെ തിരിച്ചുകൊണ്ട് വെച്ചു. തിരിച്ചുകൊണ്ട് വിട്ടു. അത് കഴിഞ്ഞ് തന്നെ ഞങ്ങൾ കോഴിക്കോട് വന്നു നേരെ. ആൻഡ് അവിടെ നിന്ന് റഹ്മത്ത് ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിച്ചു, കുറേ ഹൽവ മേടിച്ചു. ഒരു 1-2 മണിക്കൂറേ കോഴിക്കോട് ആക്ച്വലി സ്പെൻഡ് ചെയ്യാൻ കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. നമ്മുടെ വന്ദേ ഭാരത് വന്നു. ആൻഡ് 4:30 വണ്ടിയിൽ കയറി. അറൗണ്ട് 7:30 ആയപ്പോൾ എറണാകുളത്ത് തിരിച്ചെത്തി. കോഴിക്കോട് കുറച്ച് നേരം കൂടി നിൽക്കണമെന്നുണ്ടായിരുന്നു. മിഠായി തെരുവിലൊക്കെ പോകണം എന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ബിക്കോസ് നമ്മൾ സമയം ഭയങ്കര കഷ്ടമായിരുന്നു. നമ്മൾ തിരിച്ചെത്തിയതിന് ഒരു 3 മണിയൊക്കെ ആയി. എനിവേസ് വി കെയിം ബാക്ക് വിത്ത് ലോഡ്സ് ഓഫ് ബ്യൂട്ടിഫുൾ മെമ്മറീസ്. 2 ദിവസമേ കിട്ടിയുള്ളെങ്കിലും ഇറ്റ് വാസ് റിയലി നൈസ്. നല്ല രസമുള്ള കുറച്ച് മണിക്കൂറുകളായിരുന്നു. ആൻഡ് നമ്മൾ 2 PM ആയപ്പോൾ കയറി. അറൗണ്ട് 2 to 3 കയറി. അറൗണ്ട് 11 ഇറങ്ങി. എനിവേസ് ആ ഒരു സമയമാണെങ്കിലും ഇറ്റ് വാസ് റിയലി റിഫ്രഷിങ്. സോ താങ്ക് യു, ബൈ.